ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗോൾഡ് ഈ മാസം തുടങ്ങിയിട്ട് ഒരു ബുള്ളിഷിലേക്കാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ, ഗോൾഡ് ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ വെറുതെ പറയുന്നതല്ല, മറ്റുള്ളവർ പറയുന്നത് പോലെ ഞാൻ കൂടുതലും ടെക്നിക്കൽ പരമായിട്ടേ പറയാറുള്ളൂ. അതായത് നമ്മുടെ ന്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫണ്ടമെൻ്റൽ പരമായിട്ട് ഞാൻ അധികം പറയാറില്ല. ഫണ്ടമെൻ്റൽ ജസ്റ്റ് നോക്കും, ആ ഒരു ടൈമിൽ അത് നല്ല രീതിയിൽ വർക്കിംഗ് ആയിരിക്കും. പക്ഷേ അതിന് ശേഷം ഫുൾ ടെക്നിക്ക് ആയിരിക്കും. അതായത് 90% ടെക്നിക്കും ഒരു 10% മാത്രമേ ഫണ്ടമെൻ്റലും പ്രൈസ് മൂവ് ചെയ്യാറില്ല. ടോട്ടൽ നിങ്ങൾ നോക്കണേ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലോകത്ത് അതേപോലത്തെ പ്രോബ്ലംസ് ഉണ്ടാകണം, വാറോ അല്ലെങ്കിൽ കൊറോണ പോലെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നേരെ ഓപ്പോസിറ്റ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഈ പറയുന്ന ടെക്നിക്കൽ പരമായിട്ടാണ് ഞാൻ നോക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മൂവ്മെൻറ്റാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി നമ്മളുടെ ഗോൾഡ് പുതിയൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രൈസ് ഈ ഹൈ ലിക്വിഡേറ്റ് ചെയ്യാനോ ആ ഹൈയിലേക്ക് എത്താതെ ഏകദേശം ഒരു $10-30 അടുത്ത് വരെ എത്തിയിട്ടാണ് പ്രൈസ് ഈ ആഴ്ച ഇറങ്ങിയത്. ഈ ആഴ്ച പ്രൈസ് നല്ല ബുള്ളിഷിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് സമയത്ത് വേണമെങ്കിലും, കഴിഞ്ഞ ആഴ്ച പല ആൾക്കാരും ബൈ എടുത്ത് ഹോൾഡ് ചെയ്തിട്ട് എവിടെയോ ഹോൾഡ് ചെയ്യും എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സെറ്റപ്പിൽ നോക്കുക, അല്ലാതെ ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾ വെറുതെ ബൈ എടുത്ത് വെക്കുക എന്നിട്ട് ടാർഗറ്റ് അടിക്കുക. എന്നാൽ അങ്ങനെ എടുത്തിട്ട് എനിക്കൊരാൾ മെസ്സേജ് ചെയ്തു, ചേട്ടൻ പറഞ്ഞതുപോലെ എടുത്തിട്ട് നല്ല മൂവ്മെൻറ്റ്സ് കിട്ടി, നല്ല പ്രോഫിറ്റ് കിട്ടി. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷനിൽ നിന്നൊക്കെയാണ് എടുത്തത്. ഏകദേശം $100-150 മൂവ്മെൻറ്റ്സാണ് കിട്ടിയ ഈ വർഷം. അടിപൊളി ട്രേഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് അതിനോടും താല്പര്യമില്ല. കണ്ണും പൂട്ടി നമ്മൾ പറയണത് കേൾക്കുക, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലും പറയാം. ഞാൻ എൻ്റെ ടെക്നിക്കലെ ഞാൻ ഒരിക്കലും ഊഹാപോഹങ്ങൾ ഒരിക്കലും ഇതിൽ വന്ന് പറയാറില്ല. ഞാൻ കറക്റ്റായിട്ട് ടെക്നിക്കലും ഫണ്ടമെൻ്റലും നോക്കിയിട്ട് കറക്റ്റായിട്ടേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വീക്ക് നല്ല ബുള്ളിഷ് ആയിരുന്നു അല്ലേ. പ്രൈസ് ഒരു റേഞ്ചിലായിരുന്നു കളിക്കണം. ആ റേഞ്ച് ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു കാര്യം നിങ്ങളോട് ഉറച്ച രീതിയിൽ ഞാൻ പറയാറുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. എന്ന് വെച്ചാൽ പ്രൈസ് ബുള്ളിഷാണ്. എന്തുകൊണ്ടാണ് നോക്കിയേ, ഈ ദിവസം മുതൽ നോക്കി 2 ദിവസം പ്രൈസ് ബിയറിഷിലേക്ക് വന്നെങ്കിൽ ഈ ദിവസം മുതൽ നോക്കിയ പ്രൈസ് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടേ ഇല്ല അല്ലേ. ഇവിടെ വന്ന് ചെറുതായിട്ടൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് നല്ല ബുള്ളിഷിൽ തന്നെയാണ്. ബൈ സൈഡ് എൻട്രീസാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡ് ചെയ്യുന്നത്, സെൽ സൈഡ് എല്ലാം ലിക്വിഡേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ബൈ സൈഡ് പിടിക്കാൻ നോക്കുക. ബൈ സൈഡ് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി സേഫ് സോണിലാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എൻട്രീസ് ആയിരിക്കും ബൈ സൈഡ്. അപ്പോൾ നമുക്ക് നോക്കാം. 4 ദിവസം പ്രൈസ് ബുള്ളിഷായിരുന്നു, ഒരു ദിവസമാണ് പ്രൈസ് ഒരു ബിയറിഷായി നിന്നേച്ചത് അല്ലേ. അപ്പോൾ അതിനുശേഷം പ്രൈസ് കയറിപ്പോയി. നമ്മൾ ഓൾറെഡി ഇവിടെയൊക്കെ പറഞ്ഞതാണ്, നമ്മുടെ ഈ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് കയറുന്നത്, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് പ്രൈസ് കയറുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ഇത് തന്നെയാണ്. ഇത് ഉറപ്പായിട്ട് ഇതൊക്കെ ഒരു നല്ലൊരു എൻട്രി സെറ്റപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രൈസ് ഇത്രയും നമ്മൾ ഏകദേശം ഈ ഹൈ ആണ് ടാർഗറ്റ് വെക്കണമെങ്കിൽ ഏകദേശം ഈ ഹൈ ഞാൻ ടാർഗറ്റ് ചെയ്ത് എല്ലാം നമ്മളുടെ ഈ ഒരു സിങ് ട്രേഡൊക്കെ ഞാൻ പ്രോഫിറ്റ് എടുത്ത് മാറി. എന്നാലും നമ്മളിവിടെ നിന്ന് ഒരുപാട് ഡേ ട്രേഡും 2-3 ഡേയ്സ് ഹോൾഡ് ചെയ്ത ട്രേഡൊക്കെ എടുത്ത് നല്ല പ്രോഫിറ്റ് കിട്ടിയ ഒരു മൂവ്മെൻറ്റ്സ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എടുത്തു പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നല്ലൊരു എൻട്രീസ് കിട്ടി. സെല്ല് കിട്ടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ എടുത്തു പറഞ്ഞ ഒരു സെൽ എൻട്രിയാണ് 4 ഹവറിൻ്റെ ഈ OB റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് അവിടെ വന്നു. അതായത് 2 ദിവസം പ്രൈസ് നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് നല്ല ബുള്ളിഷ് മാനിപ്പുലേഷൻ എന്ന് പറയാൻ പറ്റും. നല്ല ബുള്ളിഷിൽ വന്നിട്ട് പലപ്പോഴും ആ FVG ഒക്കെ എടുക്കാതെ പ്രൈസ് നല്ല ബിൽഡപ്പ് കൊടുത്തപ്പോൾ തന്നെ ഞാൻ ഓർത്തതാണ് ഏകദേശം ആ 4 ഹവറിൻ്റെ OBയിൽ നിന്ന് പ്രൈസ് നേരെ താഴേക്ക് വീഴാനുള്ള സാധ്യത. അപ്പോൾ എല്ലാവരും പറഞ്ഞ് അവിടെ വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ ഉറപ്പായിട്ടും വീഴാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ പ്രൈസ് നേരെ താഴേക്ക് വന്ന് വീണു. ഇവിടെ ഉണ്ടായിരുന്ന, അതായത് പ്രൈസ് അന്ന് കയറി എടുത്ത എല്ലാ ഇതും എന്ത് ചെയ്തു, പ്രൈസ് എടുത്തിട്ടുണ്ട് അല്ലേ. തിരിച്ചെല്ലാവരും ഓൾ ടൈം ഹൈക്ക് ടാർഗറ്റ് ചെയ്ത് നിന്ന ആൾക്കാർക്കൊക്കെ പണി കിട്ടി. അപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിമിലൊക്കെ വരുമ്പോൾ ഒരു 70-80% മിനിമം 70% പ്രോഫിറ്റ് ഇവിടെ നിന്നൊക്കെ ബൈ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ അവസ്ഥ വരും. ഇനി എന്താണ് പ്രൈസ് നിൽക്കുന്നത്, നമുക്ക് 1 ഹവർ നോക്കുമ്പോൾ 1 ഹവറിൽ വേറെ ഒന്നും പറയാനില്ല. ഇപ്പോൾ ഇന്ത്യനിലാണെങ്കിൽ ഇന്ത്യനിൽ ഐഡിയ എടുത്ത് ഇന്ത്യനിലൊരു പൊസിഷനിൽ വന്ന് നിന്നിട്ടുണ്ട്, ഒരു IFC ക്യാൻഡിൽ വന്നിട്ടുണ്ട്. പ്രൈസ് തിരിച്ച് കയറാനുള്ള ഒരു ഞാനിത് വീണ സമയത്ത് തന്നെ ചിന്തിച്ചതാണ് ഈ ഒരു 50 മിനിറ്റിലേക്ക് വരാം. ഈ ഒരു ഇവിടെ ചേഞ്ച് ഓഫ് കാർട്ട് കിട്ടി, ഇവിടെ വന്ന് ഇത് ഫെയിലായും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു പൊസിഷൻ തിരിച്ച് കയറാം. നല്ലൊരു ബൈയുമായിരുന്നു. എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു സെല്ല് ഈ ബൈ നല്ല എൻട്രികളായിരുന്നു, നല്ല അടിപൊളി എൻട്രി സെറ്റപ്പായിരുന്നു. പക്ഷേ പല ആൾക്കാരും മിസ് ചെയ്ത്, ഒന്നാമത് ഈവനിങ് ആയതുകൊണ്ട് പല ആൾക്കാർക്ക് അത് എൻകേഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഞാൻ ഓൾറെഡി ഫ്രൈഡേ പരമാവധി ട്രേഡ്സ് കുറവായിരിക്കും, അല്ല ചെയ്യണമെങ്കിലും ഏഷ്യ, ലണ്ടൻ, ന്യൂയോർക്ക് ഞാനിത് കണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി എന്നൊക്കെ പ്രോഫിറ്റൊക്കെ എടുത്തു പോയി. പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ മാസം സാധാരണ ഒരു സൈഡ് വേ ട്രെൻഡ് ആണെങ്കിലും ഇതൊരു സൈഡ് വേ ട്രെൻഡിൽ വന്നാലും വലിയ മൂവ്മെൻറ്റ്സുകളും കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അത് നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് ആണ്, ഐഡൻറ്റിഫൈ ചെയ്യാനും നല്ല ആ ഒരു മൂവ്മെൻറ്റ്സ്
മൂവ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് പണ്ട് നമ്മൾക്ക് ഇവിടെയൊക്കെ നമ്മൾ ബൈ എടുത്ത് പോകുന്നതാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ സെല്ലെടുക്കാനും കറക്റ്റ് ഇവിടെ നിന്ന് തിരിച്ച് ബൈ എടുക്കാനൊക്കെ നമുക്ക് നല്ല പറ്റിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ രീതിയിൽ ബിഹേവ് ചെയ്യുമെന്ന് ഫുൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് പണ്ട് നമ്മളെ ട്രാപ്പിലാക്കിയ എൻട്രികളെല്ലാം ഇന്ന് നമ്മൾക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കും അത് പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എക്സ്പീരിയൻസാണ്, നിങ്ങളുടെ കഴിവാണെന്ന്. അപ്പോൾ നിങ്ങൾക്കത് വീണ്ടും വാച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയൊക്കെ പ്രൈസ് ബിഹേവ് ചെയ്യും. അതൊക്കെ നമ്മുടെ ആ ഒരു എൻട്രി സെറ്റപ്പിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു SMCയിൽ തന്നെ പ്രൈസ് കറക്റ്റായിട്ട് മൂവ് ചെയ്യുകയും കിട്ടുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസും കൂടി ആകുമ്പോൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് എന്തായിരിക്കും പ്രൈസ് ഇനി നെക്സ്റ്റ് ചിലപ്പോൾ പ്രൈസ് മൺഡേ നല്ല രീതിയിൽ വാച്ച് ചെയ്തിട്ട് കയറുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിന്നൊക്കെ ബൈ എടുത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ 50% പ്രോഫിറ്റ് വയ്ക്കുക. നെക്സ്റ്റ് ഈ ഒരു ടാർഗറ്റ് എടുത്ത് മാറുക. പിന്നെയും പ്രൈസ് മുകളിലേക്ക് കയറാം. ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒരു 20% 30% ഒക്കെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ല പ്രൈസ് നേരെ താഴേക്ക് വരുമെന്നുണ്ടെങ്കിൽ ഈ ലോ ചിലപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രൈസ് തിരിച്ച് കയറുക. എവിടെ നിന്ന് കയറാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഇവിടെ വന്നിട്ട് കയറാൻ സാധ്യത. അല്ലെങ്കിൽ നമ്മൾ നേരെ 4 hourലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരെ 4 hourൽ ഒരു ഓർഡർ ഫ്ലോ കാണാം അല്ലേ. ഈ ഒരു ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ഓൾറെഡി ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഓർഡർ ഫ്ലോയിലാണ്. ഈ ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് കയറിപ്പോവാം. അപ്പോൾ ആ ഒരു പൊസിഷൻ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഈ 50 മിനിറ്റ് ചിലപ്പോൾ 50 മിനിറ്റിൻ്റെ അവിടെയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇവിടെ ഇതിൻ്റെ പകുതിക്കൊക്കെ വെച്ചിട്ട് കയറുക. അല്ലെങ്കിൽ ഇതൊരു ബോഡി ബ്രേക്ക് ചെയ്ത് പോയാലും നിങ്ങൾ ആ ഒരു എൻട്രി എടുക്കാതിരിക്കരുത്. പ്രൈസ് ബുള്ളിഷാണ്, ആ ഒരു എൻട്രി സെറ്റപ്പുകളൊക്കെ എടുക്കുക. വീണ്ടും പ്രൈസ് വന്നിട്ട് ഇവിടെ ഒരു OB ഉണ്ട്. നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം നമ്മുടെ 50 മിനിറ്റിൻ്റെ OB ആയിരിക്കണം. അതെ, നമ്മുടെ 50 മിനിറ്റിൻ്റെ ഒരു OB ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും റിയാക്ട് ചെയ്യാം, എന്നിട്ട് അത് ഫെയിലാകാം. എന്നിട്ട് ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ചേഞ്ച് ഓഫ് കയറിട്ട് തരാം. എന്നാലും റിയാക്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഫെയിലായി പുതിയ ഓൾട്ടേ ഹൈ ഹിറ്റ് ചെയ്യുക. ഓൾട്ടേ ഹൈ കിടക്കുന്നത് എവിടെയാണ്? ഇവിടേക്ക് ഓൾട്ടേ ഹൈ ഹിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും 400 ബ്രേക്ക് ചെയ്ത് 500 600 700 അങ്ങനെ പോകുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ കുറച്ച് ചിലപ്പോൾ ചെറുതായിട്ട് മൂവ് ചെയ്യാം. പരമാവധി പ്രൈസ് എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ലിക്വിഡേറ്റ് ചെയ്തിട്ട് പ്രൈസിൽ നിന്ന് പുൾ ബാക്ക് എടുക്കാനായിരിക്കും നോക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കും. നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂഷൻ കയറി പോകും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ഇടൂല. അവിടെ നിന്ന് ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി ബൈയൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ബോഡി ബ്രേക്കാണ് നടക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കിൽ നിന്ന് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ പ്രൈസ് കയറിപ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, ആ ബൈ എടുത്ത കുറച്ച് പേരെ ഉണ്ടാവുള്ളല്ലോ ബൈ എടുത്തിരിക്കണം, അവരുടെയൊക്കെ ലിക്വിഡേറ്റായി പ്രൈസ് താഴേക്ക് വന്ന് വീണ്ടും പ്രൈസ് ഒരു റേഞ്ചിൽ തന്നെ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ്സ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബൈയിലേക്ക് പരമാവധി നോക്കുക, ബൈ കിട്ടുന്ന ചാൻസുകളൊക്കെ പരമാവധി യൂസ് ചെയ്യുക. പിന്നെ റേഞ്ച് ആണെങ്കിൽ അടിപൊളിയായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന സെറ്റപ്പിലാണ് ഗോൾഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളും മിസ് ചെയ്യാതെ നല്ല ട്രേഡുകൾ എടുക്കുക. നിങ്ങളിപ്പോൾ ആഴ്ചയിൽ 10 ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ 50 ട്രേഡ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നാൽ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-8 ട്രേഡ് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ആ 5-8 ട്രേഡിൽ ഒരു 8 ട്രേഡ് അടിപൊളിയായിട്ട് കിട്ടുന്നെങ്കിൽ അതിലൊരു 3 ട്രേഡെങ്കിലും നിങ്ങൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരെണ്ണം മര്യാദക്ക് എൻഗേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബാക്കി 2 നിങ്ങൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീക്കും എല്ലാ വീക്കും നല്ല പ്രോഫിറ്റിൽ പോകാൻ പറ്റുന്നത്. നല്ലോണം സ്റ്റഡി ചെയ്യുക, നിങ്ങളതനുസരിച്ച് ജേണലൊക്കെ സെറ്റാക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് പോകാം. ബ്രിട്ടീഷ് പൗണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മാസവും കഴിഞ്ഞ മാസമൊക്കെ നല്ല ബുള്ളിഷിലായിരുന്നു അല്ലേ. നമുക്ക് നല്ല ബുള്ളിഷിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു 3 ആഴ്ചയായിട്ട് തുടർച്ചയായിട്ട് എന്താണ് പ്രൈസ് നല്ല ബുള്ളിഷിലാണ്. ഇനി പ്രൈസ് എവിടം വരെ പോകും നമുക്ക് ഡെയിലി നോക്കാം. ഡെയിലി ഓൾറെഡി നമ്മൾ ഈ പറയുന്ന എന്താണ് സെൽ എൻട്രിയൊക്കെ എടുത്തു, അതിൻ്റെ ടാർഗറ്റ് അടിച്ചു. നെക്സ്റ്റ് ഈ പൊസിഷനിൽ വരാതെയാണ് പ്രൈസ് കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഇപ്പോൾ ഇവിടെ ഡേയുടെ ഐഡിയ ഉണ്ട്. ഇവിടെ നിന്ന് ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ നല്ല റിയാക്ഷൻ തന്നതുകൊണ്ട് തന്നെ ഇവിടെ റിയാക്ട് ചെയ്യാം. ഇത് റിയാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നിന്നായിരിക്കും പ്രൈസ് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. ചിലപ്പോൾ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ. അപ്പോൾ ഇവിടെ നിന്ന് റിയാക്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് കയറാം. എന്ന് വെച്ചാൽ പ്രൈസിന് ഇപ്പോൾ ഒരു നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ട്. നമ്മൾ പലപ്പോഴും സെല്ലെടുക്കാൻ നോക്കിയ 4 hourൻ്റെ OBയൊക്കെ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തിട്ട് അത് കയറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് 4 hourൻ്റെ ഒരു വിക്ക് OB ഉണ്ട്, അവിടെ നിന്നും കയറാം. പക്ഷേ ഒരു പ്രീവിയസ് ലോയൊക്കെ ഇതേപോലെ തന്നെ ജസ്റ്റ് ഒരു പ്രീവിയസ് ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നിട്ടൊരു 50% ഹോൾഡ് ചെയ്തിടുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാൻ അടിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ബൈ പരമാവധി നോക്കുക, അതേപോലെ സെല്ല് ഹൈ ടൈം ഫ്രെയിമിൻ്റെ നോക്കുക. ഇതാണ് എനിക്ക് ബ്രിട്ടീഷ് പൗണ്ടിൽ പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ കറൻസികളെല്ലാം തന്നെ ഈ ഒരു മൂവ്മെൻറ്റ്സ് കറൻസികൾക്ക് കിട്ടുന്നുണ്ട്. അതായത് ഡോളറിന് കുറച്ച് നെഗറ്റീവ് വന്നതും പിന്നെ ഈ ഒരു സമയത്തൊക്കെ ഓൾറെഡി എല്ലാ കറൻസിയും ഒരു എക്സ്ട്രീം ഡിസ്കൗണ്ടിൽ തന്നെയാണ് കിടക്കണതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു പൊസിഷനിൽ നിന്നൊക്കെയാണ് പ്രൈസ് ഒന്ന് റിക്കവറി ആയി വരുന്നത്. പിന്നെ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പലപ്പോഴും ഡിസംബറിൽ ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടാകാറുണ്ട്.
അപ്പോൾ നമുക്ക് മന്തിലേക്ക് വരാം. മന്തിലേക്ക് വന്ന യൂറോയിസ്റ്റി നല്ല ബുള്ളിഷാണ്. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും നല്ല ബുള്ളിഷ് അല്ലേ. സെയിം പാറ്റേൺ തന്നെയാണ് ആ ഒരു 2-3 ആഴ്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഡേയുടെ ഇന്ത്യയാണല്ലോ, ഈ OB ഒക്കെ ജസ്റ്റ് ഒന്ന് റിയാക്ഷൻ ഒന്ന് പരമാവധി ബൈയിലേക്ക് നിങ്ങൾ ഒരു സിങ് അല്ലെങ്കിൽ ഒരു ഡേ ട്രേഡൊക്കെ ഇച്ചിരി മൂവ്മെൻറ്റ്സ് കൂടുതൽ നോക്കണമെങ്കിൽ നിങ്ങൾ ബൈ തന്നെ നോക്കുന്നതാണ്. സെല്ലിലേക്ക് ഉള്ള സെറ്റപ്പ് ഒന്നും ഞാൻ പറയുന്നില്ല. സെല്ലിലേക്ക് എടുക്കുകയാണെങ്കിലും ഷോർട്ട് ടൈം ആയിട്ട് എടുക്കുക. ചിലപ്പോൾ ഒരു 10, 15, 20 വിപ്പൊക്കെ ആയിരിക്കും സെല്ലിലേക്ക് കിട്ടുന്നത്. ബൈയിലേക്ക് ഒരു 20 വിപ്പിന് മേലിലേക്കുള്ള ട്രേഡുകളൊക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ബൈയിലേക്ക് ഹോൾഡ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ എനിക്ക് ഇത്രമേ ഇതിനകത്ത് പറയാനുള്ളത്. നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്, അത് ഇനിയും കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് പോകാം. ഓസ്ട്രേലിയൻ ഡോളറിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ അതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു സിംഗ് ട്രേഡ് ബൈ എടുത്ത് നിൽക്കുന്ന പൊസിഷനിലാണ് അല്ലേ. ആ ബൈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ ടാർഗറ്റ് അല്ല ഹിറ്റ് ചെയ്ത്. ഞാൻ ഏറ്റവും മേജർ ഹൈ ഒന്നും കൊണ്ടേ വെക്കാറില്ല. ഞാൻ അതിന് തൊട്ടില്ല. ഏകദേശം ഒരാഴ്ച കൊണ്ടായിട്ട് ഒരാഴ്ച ഒരു 7-8 ദിവസം കൊണ്ട് അതിൻ്റെ ടാർഗറ്റ് അടിച്ചു തരുന്നു. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ കണ്ട പോലെ തന്നെ നല്ല ബുള്ളിഷ്. ആ മന്തിൽ വേറെ ഒന്നും പറയാനില്ല. നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണാം. വീക്കിൽ നമ്മളൊരു നല്ലൊരു സിംഗ് ട്രേഡ് ബിയറിഷിലേക്കുള്ളൊരു സെല്ല് നമ്മൾ പറഞ്ഞിരുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ ആ സമയത്ത് ബ്രിട്ടീഷ് പൗണ്ടോ യൂറോ ബുള്ളിഷാണെന്നും പറഞ്ഞാൽ അതിൻ്റെ അതേ സെനാരിയോ തന്നെ ഇവിടെ നോക്കരുത്. അവിടെ നിന്ന് ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യും. നമ്മൾ ഈ ഒരു ബൈ ആണ് നമ്മൾ എടുത്തത് അല്ലേ. ഏകദേശം ഈ ടാർഗറ്റോടെ എൻ്റെ കഴിഞ്ഞത് ഞാൻ പറഞ്ഞതാണ്. ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ പ്രൈസ് റിയാക്ട് ചെയ്ത് നോക്കിയേ. ഇവിടെ നോക്കിയാൽ കംപ്ലീറ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴൊക്കെ 2-3 ക്യാൻഡിൽ ബിയറിഷിലേക്ക് വന്നു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ അവിടെ നിന്ന് പ്രൈസ് ഇറങ്ങിപ്പോരാ, ചിലപ്പോൾ നല്ല രീതിയിൽ പുൾ ബാക്ക് എടുക്കുക. അതൊക്കെ കൊണ്ടാണ് ഞാൻ ആ ഒരു പൊസിഷനിലേക്ക് ടാർഗറ്റ് വെക്കാതിരുന്നത്. ഇപ്പോൾ എന്തായാലും ഇനി മിക്കവാറും ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത അടിപൊളി. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് ഇറങ്ങുക. കറൻസിയാണ്, പറയാൻ പറ്റില്ല. ഗോൾഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ലിക്വിഡിറ്റി വളരെ ഫാസ്റ്റായിട്ട് എടുത്താൽ. അപ്പോൾ നമുക്ക് ബൈ സെറ്റപ്പിലേക്കുള്ള ട്രേഡ്സുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ വീണ്ടും വന്നിരിക്കണേന് ഈ ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലോ ലിക്വിഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ഒരു ബൈ നോക്കാം. ഈ ഹൈ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സെല്ലിലേക്ക് നോക്കാം. സെല്ലിലേക്ക് ഷോർട്ട് ടൈം നോക്കുക, ബൈയിലേക്ക് ലോങ് ടൈം നോക്കുക. അതേപോലെ സെല്ലിലേക്ക് ലോങ് ടൈം നോക്കുന്നത് ഈ വീക്കിൻ്റെ OBയിലാണ്. അപ്പോൾ എനിക്ക് ഇതാണ് പറയാനുള്ള. എല്ലാവരും അടിപൊളിയായിട്ട് ട്രേഡ് എടുക്കുക. നല്ല മൂവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും പറയുന്നത് പോലെ നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ കിട്ടുന്ന ട്രേഡുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മുടെ ട്രേഡ് മാനേജ്മെൻറ്റ് വെച്ച് തന്നെ മാനേജ് ചെയ്യണമെങ്കിൽ എവറി വീക്ക് പ്രോഫിറ്റ് പോകാൻ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസാണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നത്. അതേപോലെ പക്കയായിട്ട് ജേണൽ എഴുതുക. നല്ല പ്രോഫിറ്റിൽ തന്നെ ഉറപ്പായിട്ട് എല്ലാവരും പോകും. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.